പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത റിട്രീറ്റ് സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷാ കേന്ദ്രത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം ശനിയാഴ്ച ദിവസം നമ്മൾ സാധാരണയായി ഇപ്പോൾ ചെയ്തു വരുന്നത് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന വായനകളുടെയും എവൻഗേലിയൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന ഒരു അനുഭവമാണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ നാളത്തെ വായനകളൊന്ന് പരിശോധിക്കുകയാണ്. നാളത്തെ വായനകളിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ധ്യയുടെ സുവിശേഷം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വാക്യങ്ങളാണ്. അതുപോലെ പ്രഭാതത്തിൻ്റെ സുവിശേഷ വായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 30 വരെ വാക്യങ്ങളാണ്. അതുപോലെ പഴയ നിയമ വായനയിൽ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 41-ൻ്റെ 38 മുതൽ 40 വരെ വാക്യങ്ങളും, രണ്ടാം വായന യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ വാക്യങ്ങളും, മൂന്നാമത്തെ വായന യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 10 മുതൽ 16 വരെ വാക്യങ്ങളുമാണ്. കൂടാതെ തുടർ വായനയ്ക്കെന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വായനകളുടെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ വാക്യങ്ങളും, മിക്കാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയും 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെ വായനകൾ ക്രമീകരിച്ച് തന്നിരിക്കുകയാണ് പിതാക്കന്മാർ. വീണ്ടും ലേഖനങ്ങൾ, പൊതുവിനെഴുതിയ ലേഖനങ്ങൾ പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെ വാക്യങ്ങളും, ലേഖനം പൗലോസ് ശ്ലീഹായുടെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളുമാണ്. വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 35 വരെ വാക്യങ്ങൾ. ഇത് നമ്മളൊന്ന് ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സന്ധ്യയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ഹ്രസ്വമായിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. നിത്യനും വാഴ്ത്തപ്പെടുവാനായി സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ലൊരു വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് സന്ധ്യ മുതൽ ഒരുങ്ങി നാളെ പ്രഭാതത്തിലും കർത്താവേ വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൻ്റെ ആ ഒരുക്കത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ദൈവമേ, വിശുദ്ധിയോടെ നാളെ അങ്ങയുടെ പരിശുദ്ധമായ ബലിയിൽ സംബന്ധിക്കുവാൻ ഞങ്ങളും ബലിയാകേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വിശുദ്ധിയിൽ ഒരുങ്ങുവാൻ, വിശുദ്ധിയോടെ കാത്തു നിൽക്കുവാൻ, വിശുദ്ധിയിൽ ഞങ്ങളെ പൂർണ്ണമായി പരിപാലിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. ഈ തന്നെ ഒരുക്കണമെന്നാണല്ലോ യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ ഞങ്ങളോട് പറയുന്ന കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ള കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കണമേ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ ആത്മനിറവും നൽകണമേ. മാനുഷികമായിട്ടുള്ള ഒരു വാക്കുകൾ പോലും സംസാരിക്കാതെ, സാത്താൻ ഇടപെടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണത്തിൽ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധരങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ കേൾവികളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിയോടെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധ്യയുടെ സുവിശേഷം ഞാൻ വായിച്ചത് നിങ്ങൾ കേൾപ്പിച്ച് വിശുദ്ധ ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 15 വാക്യങ്ങളാണ്. ആ 4 മുതൽ 15 വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുന്നത് എങ്ങനെയാണ്? വിതക്കാരൻ്റെ ഉപമയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിതക്കാരൻ്റെ ഉപമയിൽ യേശു ഈ ഭൂമിയിലെ മണ്ണിനെ 4 തരമായിട്ട് ഉപമിക്കുകയാണ്. അത് നമുക്കറിയാം. നല്ല നിലത്ത് വീണത്, മുള്ളിനിടയിൽ വീണത്, പാറപ്പുറത്ത് വീണത്, വഴിയരികിൽ വീണതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവ് അതിനെ വചനത്തിൻ്റെ കേൾവിക്കാരെ ഈ അനുഭവത്തിലൂടെ കൊണ്ടുപോവുകയാണ്. എബ്രായ ഭാഷയിൽ മാക്ഷൽ എന്ന പദത്തിന് പകരമായിട്ടാണ് ഉപമ എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ ഉപമയ്ക്ക് മാഷൽ എന്നാണ് പറയുന്നത്. മാഷൽ എന്ന പദത്തിന് ഉപമ, രൂപകം, പഴഞ്ചൊല്ല്, കടങ്കഥ എന്നെല്ലാം അർത്ഥമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
അപ്പോൾ യേശു ഉപമാരൂപത്തിൽ പറയുന്നത് അത് പ്രത്യേകിച്ച് അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ ഏറ്റവും പാവപ്പെട്ട കൃഷിക്കാരന് പോലും മനസ്സിലാകാവുന്ന ഭാഷയിലാണ് യേശു ഉപമ പറയുന്നത്. ഇവിടെ ഈ ഉപമ യേശു പറയുന്നത് വിതക്കാരൻ്റെ ഉപമയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് വചനം കേട്ട് ഗ്രഹിച്ച് നല്ല നിലമാകണമെന്നാണ് അതിൻ്റെ സാരാംശം. വഴിയരി, ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്. വഴിയരി വീണ വിത്ത് എങ്ങനെയാണെന്നും മുള്ളിനിടയിൽ വീണത് എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചാണ്. നല്ല നിലത്ത് വീണതും പാറപ്പുറത്ത് വീണതൊക്കെ അത് ആ ഉപമയുടെ അർത്ഥം ആ ഉപമയിൽ തന്നെ യേശു പറയുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിച്ചു ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു എപ്പോഴും ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശു എപ്പോഴും ഉപമകളിലൂടെ സംസാരിക്കുന്നത് കേൾവിക്കാരൻ്റെ ഒരു ആലോചന അവിടെ ആവശ്യമാണെന്നാണ്. കേൾവിക്കാരൻ പുറമേ നിന്ന് അന്വേഷിക്കണം. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ല, കേൾവിക്കാരൻ്റെ പങ്കാളിത്തവും കൂടി അതിനകത്തുണ്ട്. നല്ല പ്രാസംഗികരൊക്കെ അങ്ങനെയാണല്ലോ, നല്ല പാണ്ഡിത്യമുള്ള പ്രാസംഗികരൊക്കെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണ്. കേൾവിക്കാരൻ അതിനകത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതിൻ്റെ അർത്ഥം എന്തെന്ന്. നല്ല അറിവുള്ളവർ പുസ്തകം എഴുതിയാലും അങ്ങനെയാണല്ലോ പ്രിയമുള്ളവർ. അപ്പോൾ യേശു വളരെ ലളിതമായിട്ടും ഏതൊരു അക്ഷരാഭ്യാസമില്ലാത്തവനും മനസ്സിലാകാവുന്ന രീതിയിൽ അവൻ്റെ ജീവിതത്തോട് ചേർന്നാണ് വ്യാഖ്യാനിക്കുന്നതെന്നെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല, ഉപമയുടെ അർത്ഥം മനസ്സിലായി. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ യേശു അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതാണ്. വഴിയരികിൽ വീണതും എന്താണെന്നും മുള്ളിനിടയിൽ വീണത് എന്താണെന്നും പാറപ്പുറത്ത് വീണത് എന്താണെന്നൊക്കെ ആ ഉപമയുടെ ആ വ്യാഖ്യാനത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്ന് പിതാക്കന്മാർ ഈ വചനം നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവർ, നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ ആ വചനം കേട്ട് അത് പ്രവർത്തിക്കുന്നവരായി തീരണം. എന്ന് പറഞ്ഞാൽ നല്ല നിലമായി തീരണം, നല്ല വ്യക്തിത്വങ്ങളായി തീരണം, നല്ല അഭിഷേകമുള്ളവരായി തീരണമെന്നാണ് അതിലൂടെ പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പ്രഭാതത്തിലെ വായന 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെ വാക്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആ അനുദപിക്കാത്തവരെ യേശു കുറ്റപ്പെടുത്തുകയാണ്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വചനം കേട്ടിട്ട് അനുദപിക്കാത്തവരെ കുറ്റപ്പെടുത്തുകയാണ്. ഈ വചനം യേശു ഇത് സോദോമിലും ഗൊമോറയിലുമാണ് പ്രസംഗിച്ചിരുന്നെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെട്ടിരുന്നുകൊണ്ടേനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൽ അത് പ്രസംഗിച്ചിട്ട് അവർക്ക് അനുദപിക്കാൻ പറ്റുന്നില്ല, അവർക്ക് മാനസാന്തര അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് യേശു പറയുന്നതല്ല, ഇത് ദൈവമേ, അതിൻ്റെ 25 മുതൽ 27 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന കൂടി അതിനകത്തുണ്ട്. എന്താണ്? ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നാഥാ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. കാരണം അപ്പോൾ വചനത്തെ സമീപിക്കുന്നവർ ഒരു ശിശുഹൃദയമുള്ളവർ, ഒരു നിഷ്കളങ്ക മനസാക്ഷിയോടുകൂടി വചനത്തെ സ്വീകരിക്കണമെന്ന് പിതാക്കന്മാർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രഭാതത്തിലെ വായനയിൽ ഒന്ന്, അനുതാപത്തോടു കൂടി വചന കേൾവിയിലേക്ക് വരണം. 2, ശിശുക്കളെപ്പോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി വചന കേൾവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ വരുമ്പോൾ അതിൻ്റെ 28 മുതൽ 30 വരെ വാക്യങ്ങൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ന്റെ 28-30 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ്. എന്നിൽ നിന്ന് പഠിക്കുക, എൻ്റെ മുഖം വഹിക്കുക, അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവിടെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് തരുന്നത്. നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ, നമ്മൾ എന്തെല്ലാം അധ്വാനങ്ങളിലും എന്തെല്ലാം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ചുമ്മാ ആശ്വസിപ്പിക്കുകയല്ല, അവിടുത്തെ പഠിക്കണം, അവിടുത്തെ മുഖം വഹിക്കണം. യേശു എന്താണ്, യേശു ആരാണെന്ന് പഠിച്ചിട്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ. യേശുവിൻ്റെ നമ്മുടെ ജീവിത ഭാരങ്ങൾ വരെയും യേശു ഏറ്റെടുക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത ഭാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ മേഖലകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ ഒന്നുമല്ല. യേശുവിൽ നിന്ന് പഠിക്കുക, യേശുവിൻ്റെ മുഖം വഹിക്കുക. അപ്പോൾ യേശു നമുക്കൊരു മുഖം തന്നിട്ടുണ്ട്. എന്താണ്? യേശുവിനോട് ചേർന്ന് സുവിശേഷ വേലയിലുള്ള ഒരു മുഖം നമുക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കുടുംബജീവിതം നയിച്ചാലും, സുവിശേഷകനായിട്ട് ജീവിച്ചാലും, നമ്മൾ ജോലിക്ക് പോയാലും, നമ്മൾ ബിസിനസ് ചെയ്താലും, നമ്മൾ കമ്പനി നടത്തിയാലും, കർഷകനായിരുന്നാലും, നാം നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി എന്ത് തൊഴിലിലായിരുന്നാലും അതെല്ലാം സുവിശേഷമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരണം. ആ സുവിശേഷം യേശു വീണ്ടും ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മുന്തിരിച്ചെടിയുടെ ഉപമയോട് ചേർത്ത് പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിൽ ഞാൻ അവന് വസിക്കുന്നവന് ഏറെ ഫലം നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ,
ഈ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖല ഏതിലായാലും യേശുവിനോട് കൂടെ യേശുവിൻ്റെ മുഖം വഹിച്ച് നമ്മൾ ആയിരിക്കണമെന്ന് ഇവിടെ നമ്മളോട് സംസാരിക്കുന്ന വചനമാണ് പ്രഭാതത്തിൻ്റെ സുവിശേഷം. വീണ്ടും ഞാൻ താഴേക്ക് വരികയാണ്. പഴയ നിയമങ്ങളിൽ ഇന്ന് കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് പഴയ നിയമം വായിച്ചിട്ടാണല്ലോ കുർബാനയ്ക്ക് കയറുന്നത്. അപ്പോൾ പഴയ നിയമം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ട ആവശ്യം. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 40 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറവോ രാജാവ് ജോസഫിനെ ഫറവോയുടെ രാജ്യത്തിൻ്റെ ഭണ്ഡാര വിചാരക സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ ഫറവോയുടെ കിരീടത്തിൻ്റേതൊഴികെ ബാക്കിയുള്ള സകല അധികാരങ്ങളും കൊടുക്കുകയാണ്. സിംഹാസനത്തിൻ്റെ താഴെ വരെ കൊടുക്കുകയാണ് അധികാരം. ഈ ജോസഫിനെ നമുക്കറിയാം, അല്ലെങ്കിൽ യൗസേപ്പിനെ നമുക്കറിയാം. പൂർവ്വപിതാവ് യോസേപ്പ് ഒത്തിരി കഷ്ടതകളിലൂടെ, ഒത്തിരി പീഡനങ്ങളിലൂടെ, ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. എന്താണ് ഒത്തിരി പീഡനങ്ങളും ഒത്തിരി സങ്കടങ്ങളും അവന് വരാൻ കാരണം? അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദർശനം, അവനിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകം അവൻ്റെ കുഞ്ഞുനാളിൽ അവൻ്റെ സഹോദരങ്ങളോടും അവൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദൈവവിളി അവൻ തന്നെ മനസ്സിലാക്കുകയും അവനിലൂടെ ആ ദൈവവിളി നിറവേറേണ്ട കാലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതുവരെ അവൻ ഒത്തിരി പീഡനങ്ങളിലൂടെ, ഒത്തിരി ശത്രുകരങ്ങളിലൂടെ, ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തരികയാണ്. ആ തിരിച്ചറിവ് നമുക്ക് തന്നു കഴിയുമ്പോൾ ആ തിരിച്ചറിവിൽ വന്ന് നമുക്ക് ദൈവം തരുന്ന വലിയ ഉയർച്ച, വലിയ സ്ഥാനമാണ് യോസേപ്പിൻ്റെ ഈ അനുഭവത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 38-40. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിന് വേണ്ടി, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങൾക്ക് വേണ്ടി നാം ഏതറ്റം വരെ എത്ര സങ്കടത്തിലേക്ക് പോയാലും കർത്താവ് നമ്മൾ വിളിച്ച് വേർതിരിച്ച് ഉയരങ്ങളിൽ എത്തിക്കുമെന്നുള്ള വലിയ ബോധ്യമാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ പഴയ നിയമത്തിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ യോശുവയുടെ പുസ്തകം 5-9 മുതൽ 12 വരെ വാക്യങ്ങളാണ്. ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ സ്വയമായി കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു അവസരത്തിലേക്ക് എത്തി എന്നാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അന്ന് മുതൽ, അല്ലെങ്കിൽ അപ്പോൾ മുതൽ സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുക്കുന്നത് നിർത്തിയെന്നാണ് പറയുന്നത്. അവരുടെ സ്വന്തം കൃഷിയുടെ ഫലം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അവർ കനാൻ ദേശത്തെത്തി സ്വന്തം കൃഷിയുടെ ഫലം അനുഭവിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് നന്നായിട്ട് അധ്വാനിച്ച്, നന്നായിട്ട് ഫലം അനുഭവിച്ച് ജീവിക്കാനാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം അനുഭവം, ഔദാര്യമെല്ലാം ദൈവത്തിൻ്റെ പോലും എന്താ പറയുന്നത്, ഒരു ഔദാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ നമ്മൾ സ്വയം അധ്വാനിച്ച്, ദൈവത്തിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത് ഞാൻ വേറൊരു തലത്തിലാണ് കേട്ടോ പറയുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും പണിയെടുക്കാതെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ സുവിശേഷം പ്രസംഗിക്കാൻ നടക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ഉത്തരവാദിത്വങ്ങൾ, ഇപ്പോൾ സ്വർഗത്തിൽ ദൈവം അവർക്ക് മന്ന കൊടുത്തു എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവം അവരെ വിളിച്ച വിളി അവർക്ക് ശ്രേഷ്ഠമായ വിളിയാണെന്നും അവരെ പറ്റിക്കാനല്ല, ചതിക്കാനല്ല എന്ന് അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർക്ക് മന്ന കൊടുത്തത്. കാരണം അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന് എത്രയോ കഷ്ടപ്പെട്ടു. എന്നിട്ടും അവർ പലപ്പോഴും അവർക്ക് എന്താ പറയുന്നത്, അവർ യാത്രാമധ്യേ അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ അവിടുത്തെ ഇറച്ചിച്ചട്ടി, സവാള, ഉള്ളി, അങ്ങനെ അവിടുത്തെ ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് അവർ വായിൽ വെള്ളമൂറുകയും അങ്ങോട്ട് തന്നെ തിരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, പട്ടിണിക്കിടുന്നവനല്ല, ഒരു ദോഷവും വരുത്തുന്നവനല്ല എന്ന് അറിയുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അറിയിക്കുന്നതിനു വേണ്ടി പ്രിയമുള്ളവരെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടാകാം. നമ്മളെല്ലാം നശിച്ചു, എല്ലാം നശിപ്പിച്ചു, അത് കഴിഞ്ഞിട്ടെല്ലാം നമ്മൾ ഒത്തിരി ലോകത്തിൻ്റെ അടിമത്തം പേറി അവസാനം ദൈവം യേശുക്രിസ്തു ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്ന പോലെ നമ്മൾ എല്ലാം വിട്ട് ദൈവത്തിലേക്ക് വരാനായിട്ടുള്ള തീരുമാനമോ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടുള്ള ആ വിളി കൊണ്ടോ നമ്മൾ വരുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ, നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മളൊരു പക്ഷേ ഭൂമിയിൽ ഇത്ര നാൾ അധ്വാനിച്ചാൽ കിട്ടാത്തതിനേക്കാൾ ഇരട്ടി 100 ഇരട്ടി വരെ ചിലപ്പോൾ നമ്മൾ 1000 ഇരട്ടി എന്നൊക്കെ പറയാവുന്ന രീതിയിലൊക്കെ ദൈവം നമ്മളോട് സാമ്പത്തികമായിട്ടും ഭൗതിക മേഖലയിലും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് ഇടപെട്ടെന്ന് വരും. പക്ഷെ
അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അധ്വാനിക്കണ്ട എന്നല്ല ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവർ അധ്വാനിക്കാൻ തയ്യാറായപ്പോൾ, അല്ലെങ്കിൽ അവർ അധ്വാനിച്ചപ്പോൾ പിന്നീട് മന്ന വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് ചിന്തിക്കരുത്. നന്നായി അധ്വാനിക്കുന്നവനും ദൈവാനുഗ്രഹമുണ്ട്. ഒരുത്തൻ്റെ മേൽ അത്ഭുതം നടന്നതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ പ്രത്യേക ഭക്തനാണ്, അല്ലാതെ കാലത്തോടെ വൈകുന്നേരം വരെ പണിയെടുത്ത് അവൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിക്കരുത്. ധൂർത്തപുത്രൻ അനുഗ്രഹിക്കപ്പെട്ടു, മൂത്തവൻ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മൂത്തവനോട് അവൻ്റെ അപ്പം പറഞ്ഞത്, എൻ്റെ എല്ലാം നിനക്കാണ്, നീ എന്നോട് കൂടെയാണ്. എന്നാൽ ഇവൻ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം അധ്വാനിക്കുന്നതിൻ്റെക്കാൾ ഇരട്ടി 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 ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് നാം അധ്വാനിക്കാതിരിക്കരുത്. അധ്വാനത്തിൻ്റെ ഫലമാണ് ഭക്ഷിക്കേണ്ടത്. പൗലോസ്ലീഹയുടെ വാക്കി പറഞ്ഞാൽ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നുള്ള വചനമാണ്. അതുകൊണ്ട് എന്ത് അധ്വാനമാണെങ്കിലും, കായികമാണെങ്കിലും, നാവുകൊണ്ടാണെങ്കിലും, സുവിശേഷ ഏത് രീതിയിലുള്ളതും നന്നായി അധ്വാനിക്കണമെന്നുള്ള ഒരു തിരുവചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക, നന്നായി അധ്വാനിക്കണമെന്നുള്ള തിരുവചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്ന പഴയ നിയമത്തിൽ മൂന്നാമത്തെ വായന എന്ന് പറയുന്നത് യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ വാക്യങ്ങളാണ്. അതിനകത്ത് ഒരു ചെറിയ കണ്ടൻ്റായിട്ട് അത് വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തെ ചിന്ത അതിനകത്ത് പറയുന്നത്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ അടുത്ത് പോകരുത്. അവർ പ്രവചിക്കുന്നു ഞാൻ പറഞ്ഞിട്ടല്ല എന്നാണ് പറയുന്നത്. വ്യാജ പ്രവാചകന്മാർ ഇസ്രായേലിൽ ധാരാളം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് പ്രവചിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോകരുത്. പിന്നെയോ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സിലാണ് ആ പദ്ധതി. അത് നിങ്ങളുടെ നാശത്തിനുള്ള, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളൊരു വചനമാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പറയും. അപ്പോൾ ആ പദ്ധതിക്ക് നമ്മൾ ഏത് സങ്കടത്തിലായാലും ഏത് സന്തോഷത്തിലായിരുന്നാലും നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാനിപ്പോൾ ഈ കഷ്ടതയിലാണ്, ഞാൻ ഈ കാരാഗ്രഹത്തിലാണ്, ഞാനിപ്പോൾ ഈ ഈ പൊത്തിഫേറിൻ്റെ അടിമയായിട്ട് വന്നാണെങ്കിലും അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യവിചാരകനായി മാറി. ഇപ്പോൾ ഈ സ്ത്രീ മുഖാന്തരം ഞാൻ കാരാഗ്രഹത്തിലായി. എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവം എന്നതിൻ്റെ പദ്ധതി എന്താണ്? ഓരോ മനുഷ്യനും, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തോട് ചോദിക്കണം, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിലെന്താണ് ദൈവമെന്ന് എൻ്റെ ഇഷ്ടം, നീ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, നിൻ്റെ മനസ്സിലുള്ള കാര്യം എന്നോട് സംസാരിക്കണമേ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഭക്തന്മാരോട് ചോദിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ല എന്ന്. തൻ്റെ ഭക്തന്മാരാൽ ആലോചിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, തൻ്റെ ഭക്തന്മാരോട് ദൈവം സംസാരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ ഇവിടെ വിടുകയാണ്. ബാക്കി 2 ഭാഗമുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളോട് സാധാരണ പള്ളികളിൽ അങ്ങനെ വായിക്കാറില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് വായിക്കുക. അത് ഈ പ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ വാക്യങ്ങൾ, മിക്കാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരെയാണത്. ഞാൻ അവിടത്തേക്ക് പോകുന്നില്ല. ഇവിടെ അപ്പോൾ പഴയ നിയമ വായന കഴിഞ്ഞു. വീണ്ടും ലേഖനങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെ വാക്യങ്ങൾ വായിക്കും. അത് പൗലോസിലെ എടുത്തു പറയുന്നൊരു സംഭവം, തെസ്സലോനിക്കക്കാരെ പോലെയല്ല ബെറോവയിലുള്ളവരെന്നാണ് പറയുന്നത്. ബെറോവയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു സഭയെ ഇത്തിരി അവരെ പോലെയല്ല, കുറച്ചുകൂടി മികച്ചവരാണ് എന്ന് പറയുകയാണ്. എന്താണ് അവരുടെ മികവ് പറയുന്നത്? ബെറോവയിലുള്ളവർ മാന്യന്മാരും താല്പര്യത്തോടെ വചനം സ്വീകരിച്ചവരും കേൾക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുന്നവരുമായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കണ്ട്, ഞാൻ ആദ്യമായിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു ബുക്കിൽ ഒരുപാട് വചനങ്ങൾ, അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇടതടവില്ലാതെ വചനങ്ങളാണല്ലോ അവിടെ പറയുന്നത്. ഈ വചനങ്ങളൊക്കെ ഒരു ബുക്കിൽ ഇങ്ങനെ കുറിച്ച് വെച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം സമയം കിട്ടുമ്പോഴൊക്കെ ഈ വചനമെടുത്ത് ഈ ബൈബിളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ആ വചനം ബൈബിളിലുണ്ടോ എന്ന് പരിശോധിച്ചു. ഞാൻ ആദ്യമായിട്ട് ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഒരു ബൈബിൾ വാങ്ങുന്നത്. POC ബൈബിളാണ് വാങ്ങിയത്.
എത്ര 34 വർഷം മുമ്പ് ഒരു ബൈബിൾ വാങ്ങി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം ഈ POC ബൈബിളിൽ നിന്നുള്ള വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനത് ശീലിച്ചു പോയി. വർഷങ്ങളായിട്ട് ആ ബൈബിൾ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഞാൻ 8 വർഷത്തോളം കത്തോലിക്ക സഭയിലെ MCB സഭാംഗമായ ജോർജ് കുറ്റിക്കിളച്ചൻ്റെ കൂടെ കേരളത്തിനും വെളിയിലൊക്കെ പോകാത്ത സ്ഥലങ്ങളില്ല. സുവിശേഷ പ്രഘോഷണവുമായിട്ട് പോയപ്പോൾ നിരന്തരം ഉപയോഗിച്ചിരുന്ന ബൈബിൾ അതായതുകൊണ്ടും കാണാപ്പാടം വചനങ്ങൾ പറയാൻ സാധിക്കുന്നതും ആ ബൈബിളിൽ നിന്നായതുകൊണ്ട് ഇന്നും ആ ബൈബിള് ഞാൻ ഉപയോഗിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോകരുത് ആരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, അവിടെ നമ്മൾ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അനേകർക്ക് അനുഭവമുണ്ട്. ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ ഇങ്ങനെ കുറിച്ച് വെക്കുന്നു. ചിലർ എന്താ പറയുക, കുറിച്ചത് ഏതാണ് കുറിക്കാത്തത് ഏതാണെന്നുള്ളതിൽ പിന്നെ തൊട്ട് നോക്കാറില്ല. എന്നാൽ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായത്, ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു സാക്ഷ്യം പോലെ പറഞ്ഞാൽ, ഞാൻ ഈ കേട്ട വചനങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ട് ആ പറഞ്ഞ വചനങ്ങളൊക്കെ ബൈബിളിൽ അതേപടി ഉണ്ടോ എന്ന് പരിശോധിച്ചറിയുകയും ആ ബൈബിളിൽ ആ വചനങ്ങളെല്ലാം ഞാൻ കോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരു അടയാളപ്പെടുത്തി പിന്നീട് ഇത് ഞാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത വഴിയാണ് പ്രിയമുള്ളവരെ ഇന്നിവിടെ ഒരു എന്താ പറയുന്നത്, ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് മുതിരാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണമായത്. അവിടെ എങ്ങനെയാണ് പറയുന്നത്, ബെറോവയിലുള്ളവർ മാന്യന്മാരും താല്പര്യത്തോടെ വചനം സ്വീകരിച്ചവരും കേൾക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, വിശുദ്ധ ഗ്രന്ഥം, വേദപുസ്തകം അനുദിനം എല്ലാ നേരവും എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ ഇത്ര സമയമെങ്കിലും ബൈബിൾ പാരായണത്തിനും ബൈബിൾ പഠനത്തിനുമായിട്ട് നീക്കിവെക്കുമെന്നുള്ള ഒരു വിചാരമുണ്ടാകണം. അത് ആര് പ്രസംഗം കേട്ടപ്പോൾ യൂട്യൂബ് വഴിയൊക്കെ പലരുടെയും പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സഭയോട് ചേർന്ന് ചിന്തിച്ചുകൊണ്ട്, സഭയ്ക്കകത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട്, സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത്, ഈ സുറിയാനി സഭാപിതാക്കന്മാർ ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പോലെ ഒരാൾക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ശുശ്രൂഷകൾക്കുള്ള പ്രമേയം ശദ്രകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മറ്റാരെയും എഴുത്തി പറയുന്നതോ താഴ്ത്തി പറയുന്നതോ കുറ്റപ്പെടുന്നതോ അല്ല. ഞാൻ അനുഭവിച്ച, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള എൻ്റെ സ്വയം അറിവിൽ നിന്ന്, ചെറുതായിട്ടുള്ള സ്വയം അറിവിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം അങ്ങനെ തന്നെയോ എന്ന് പഠിക്കുമ്പോഴും സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും സുറിയാനി പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നും കൂടി പരിശോധിക്കുന്നത് നമ്മുടെ സുവിശേഷ വ്യാഖ്യാനത്തിന് ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ ആത്മീയമായിട്ട് നമുക്ക് ഒരുപാട് വളരുവാൻ കഴിയും. ഒത്തിരി എന്താ പറയുന്നത്, ഉയർച്ച പ്രാപിക്കാനായിട്ട് കഴിയും. അത് പിന്നീടുള്ള അവസരങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി സംസാരിക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെറോവയിലുള്ള ആളുകൾ, നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിലൂടെ വായിക്കുന്നതാണ്, അവർ എന്താ പറയുന്നത്, കേൾക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീയ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്, ഒത്തിരി മുന്നോട്ട് നയിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇടതുവശത്തുള്ള ലേഖനം വായിക്കുമ്പോൾ കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5:14 മുതൽ 6:10 വരെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അതിൻ്റെ തുടക്ക വചനം തന്നെ ക്രിസ്തുവിൻ്റെ 14-ാമത്തെ വാക്യം തന്നെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ശിഷ്യർക്ക് ഉത്തേജനം നൽകുന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ശിഷ്യർക്ക് ഉത്തേജനം നൽകുന്നു. ആ ഉത്തേജനം ലഭിക്കപ്പെടുന്ന ശിഷ്യന്മാർ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീവിക്കുന്നവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആണെന്ന് ചിന്തിക്കുന്നവർ, ക്രിസ്തു രക്ഷിച്ചു എന്ന് ചിന്തിക്കുന്നവർ, ജീവിക്കുന്നവർ യേശുവിന് വേണ്ടി ജീവിക്കാം. അതിന് 17-ാമത്തെ വാക്യം പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇനി അവൻ പഴയ മനുഷ്യനല്ല. ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും പണ്ടൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് വരുമ്പോൾ സംസാരം തെറ്റിപ്പോകുമ്പോൾ പറയും, എൻ്റെ പഴയ മനുഷ്യനെ പുറത്തേ അടിക്കരുതിട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മളിൽ ആ പഴയ മനുഷ്യനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടിക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള പഴയ മനുഷ്യൻ കടന്നുപോയി, നമ്മൾ പുതിയ മനുഷ്യനായി എന്നുള്ള വിചാരം നമ്മളെ അനുദിനം നയിക്കണം, ഓരോ മണിക്കൂറിലും നയിക്കണം. പുതിയ മനുഷ്യൻ ആരുടെ മനുഷ്യനാ? യേശു ക്രിസ്തുവിലുള്ള മനുഷ്യൻ.
യേശു ക്രിസ്തുവിലുള്ള മനുഷ്യൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. ഇനി 6-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, അത് നിങ്ങൾ വായിച്ചിരിക്കണം എന്തായാലും. എല്ലാ കഷ്ടതകളിലും അഭിമാനിക്കുന്നു ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന നിലയ്ക്കാണ്. കഷ്ടതകൾ പറയണതിന് കണക്കില്ല. എന്തൊക്കെ കഷ്ടതകളാണ് പറയണമെന്ന് അറിയാമോ? ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല. വചനം ഒന്നും കൂടി പറയാം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 6-ന്റെ 1 മുതൽ 10 വരെ വാക്യം. 5-ന്റെ 14 തുടങ്ങിയാണ് വായനയിലുള്ളത്. അത് നിങ്ങൾ വായിച്ചോളണം. അപ്പോൾ എല്ലാ കഷ്ടതകളിലും അഭിമാനിക്കുകയാണ്. കാരണം എന്താ? ക്രിസ്തു തൻ്റെ സഹനങ്ങളിൽ അഭിമാനിച്ചതുപോലെ ഒരു ക്രിസ്ത്യാനി തൻ്റെ കഷ്ടതകളിൽ അഭിമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ വീണ്ടും നേരെ സുവിശേഷത്തിലേക്ക് വരികയാണ്. ലാസ്റ്റ് വായന ഏവൻഗേലിയോൻ 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ്. 26, 35, 26 മുതൽ 35 വരെ വാക്യങ്ങൾ സുവിശേഷത്തിൽ. അതിൽ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 28-ാമത്തെ വാക്യം ഈ യഹൂദന്മാരെ അല്ലെങ്കിൽ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്നവരാകാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ യേശു പറയുകയാണ് 29-ാമത്തെ വാക്യം. യേശു മറുപടി പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ഭാഗം നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ വാക്യങ്ങൾ. അടയാളം കണ്ടതുകൊണ്ടല്ല, അങ്ങനെ സത്യം ചെയ്ത യേശു പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടെല്ലാം അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ. അതൊരു ഒരു പ്രധാന പോയിൻ്റാണ്. യേശുവിൻ്റെ കാലത്തും ഈ അപ്പം തിന്നതുകൊണ്ട് 5 അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടൊക്കെ അവർ അന്വേഷിച്ചു യേശുവിനെ. എന്തന്വേഷിച്ചു? കടലിൻ്റെ മറുകയിൽ കണ്ടപ്പോൾ റബ്ബി, ഗുരു, അങ്ങ് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് യേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, അപ്പം തിന്നതുകൊണ്ടല്ല എന്നെ അന്വേഷിക്കേണ്ടത്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനം. യേശുവിനെ അന്വേഷിച്ച് നടക്കേണ്ടത് ലോകത്തിലെ അത്ഭുതങ്ങൾ കാണുന്ന ഈ കുറേ ആഹാരം കഴിക്കാം അല്ലെങ്കിൽ കുറേ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്. അനശ്വരമായ നിത്യജീവന് വേണ്ടി അധ്വാനിക്കണമെന്ന് യേശു പറയുകയാണ്. അതൊരു പ്രധാന പോയിൻ്റാണ്. ആ പോയിൻ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അതിന് അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരുന്നു. ഈ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിഫലം തരുന്നത് യേശുവാണെന്ന് യേശു പറയുകയാണ്. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ മുദ്ര വെച്ചിരിക്കുന്നു പറയുകയാണ്. അപ്പോൾ അവർ ചോദിച്ചാണ്, അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു സിമ്പിളായിട്ടൊരു മറുപടി പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാം ഓക്കെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഈ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കൃപകളും വരങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ ഒന്നും കൂടി നമുക്ക് ചിന്തിച്ചു നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശു നൽകുന്നത്. ഒന്ന്, നല്ല നല്ല നിലത്ത് വീണ വിത്താകണം നമ്മൾ. അതിന് വിത്ത് പാകാൻ നല്ല നിലമാകണം. നമ്മൾ വചനം വിതയ്ക്കുന്ന കൃഷിക്കാരനാകണം, നല്ല വിത്താകണം. പിന്നെ എന്താണ് രണ്ടാമത് നമ്മൾ കേട്ടത്? ഇത് നല്ല ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം, യേശുവിൻ്റെ മുഖം വഹിക്കണം. ഇതൊക്കെ നമ്മൾ കേട്ടു. അനുദപിക്കാത്തവരെ പോലെ ആകരുത്. പിന്നെ പഴയ നിയമത്തിൽ നമ്മൾ ജോസഫിൻ്റെ എല്ലാ കഷ്ടതകളും അവന് അനുകൂലമായി അവൻ മിസ്രൈമിൻ്റെ ഈജിപ്തിൻ്റെ വലിയ നേതാവായി മാറുന്ന അനുഭവം. മറ്റൊന്ന്, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ആ സ്വന്തമായി അധ്വാനിച്ചതിൻ്റെ സംതൃപ്തി അവരനുഭവിച്ചു. അതുവരെയാണ് മന്ന കൊടുത്തുള്ളൂ. അതിനുശേഷം അവർക്ക് മന്ന കൊടുത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഇതിൽ വന്നു.
യിരെമ്യാ പ്രവാചനം, വ്യാജപ്രവാചകന്മാരുടെ അടുത്ത് പോകരുത്, എന്ത് മാത്രമേ മന്ത്രവാദം, കൂടോത്രം, നിങ്ങളുടെ വീടിന് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അപ്പുറയുണ്ട്, ഇപ്പുറയുണ്ട് എന്നൊക്കെ പറയുന്നവരുടെ അടുത്തേക്കൊന്നും പോകരുത്. എന്താൽ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഇതിൻ്റെ വലിയ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ സമയമൊന്നും അവസാനിക്കില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത് കർത്താവിനോട് എപ്പോഴും ചോദിച്ചിരിക്കണം. എന്ത് സങ്കടം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എന്ത് സന്തോഷം വന്നാലും ദൈവമേ എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ചോദിക്കണം. മറ്റൊന്ന്, നമ്മൾ ലേഖനത്തിൽ നിന്ന് നടപടി പുസ്തകത്തിൽ നിന്ന് കേട്ടത്, ബെറോവായിലുള്ളവർ മാന്യന്മാരാണ്, താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. നമ്മളെക്കുറിച്ചും ആളുകൾ പറഞ്ഞു നല്ലൊരു മാന്യനായ മനുഷ്യനാണ്, വല്ല ദൈവ ഭയമുള്ളവനാണ്, വചനം സ്വീകരിക്കുന്നവനാണ്, വചനം സംസാരിക്കുന്നവനാണ്, വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും പരിശോധിച്ചറിയും. ചുമ്മാ എവിടെയെങ്കിലും വായി പോയ കോടാലിയിട്ട് വെട്ടണ പോലെയല്ല, നല്ല വൃത്തിയോടുകൂടി, നല്ല ചന്തത്തോടുകൂടി, ഭംഗിയോടുകൂടി വചനം പഠിച്ച് പ്രസംഗിക്കുന്ന ആളാണെന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് പറയത്തക്കവണ്ണമുള്ള വളർച്ച നമുക്കുണ്ടാകണം. അടുത്ത ലേഖനങ്ങൾ 2 കൊരിന്ത്യർ, ക്രിസ്തുവിൻ്റെ സ്നേഹം ശിഷ്യർക്ക് ഉത്തേജനം നൽകുന്നു. എന്ത് കഷ്ടതകൾ, ഏത് വിധത്തിലുള്ള കഷ്ടതകൾ വന്നാലും അതിൽ അഭിമാനിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഏറ്റവും ലാസ്റ്റ് സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നത് എന്താണ്? അധ്വാനിക്കാതെ ഭക്ഷിക്കരുത്. എങ്ങനെ അധ്വാനിക്കണം? നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം. ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് തരും. അനശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, മനുഷ്യപുത്രൻ തരുന്ന അല്ലെങ്കിൽ ദൈവപുത്രൻ തരുന്ന അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അതിനെന്ത് ചെയ്യണം? ദൈവഹിതം അതാണെങ്കിൽ, ആ അനശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടതെങ്കിൽ, അതാണ് ദൈവഹിതമെങ്കിൽ യഹൂദർ ചോദിച്ച പോലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അപ്പോൾ ദൈവമഹത്വം ദർശിക്കും. നല്ലൊരു വിശുദ്ധ ആരാധനയിൽ നാളെ പങ്കെടുക്കുവാൻ, ഇന്ന് സന്ധ്യ തുടങ്ങി അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ കേട്ട എല്ലാവരെയും നാളെ ഒരു വിശുദ്ധ ബലി ഏറ്റവും മനോഹരമായി അതിൽ പങ്കെടുത്ത് കർത്താവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു തികവുറ്റ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ കഷ്ടതകളും എല്ലാം യേശുവെ അങ്ങ് അറിയുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഏത് വിഷയത്തിലും യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ. അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമകളെ പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാലവഴി ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വേഗം വരണമേ.